ലോകം ഏറെ ശ്രദ്ധിച്ച രണ്ട് യുദ്ധക്കപ്പലുകളാണ് ഒരേ സമയം ഇന്ത്യ നീറ്റിലേക്ക് ഇറക്കാനായിട്ട് പോകുന്നത്. അതായത് ഇന്ത്യൻ നേവിയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് രണ്ട് ഷിപ്പ്യാർഡുകളിൽ നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകൾ ഒരേ സമയം കമ്മീഷൻ ചെയ്യുന്നത്. അപ്പം ലോകം ഈ കപ്പലുകളെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. കാരണം ആധുനിക സാങ്കേതിക വിദ്യകളെല്ലാം തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച ആയുധങ്ങൾ കൂടുതലായി ഈ യുദ്ധക്കപ്പൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഹിമഗിരി, ഉദയഗിരി എന്നീ രണ്ട് യുദ്ധക്കപ്പലുകൾ പുറത്തേക്ക് ഇറക്കാൻ പോകുന്നത്. കൊൽക്കത്തയിലെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സിലാണ് ഈ ഹിമഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പൽ നിർമ്മിച്ചത്. മുംബൈ ആസ്ഥാനമായുള്ള മുംബൈ മസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡാണ് രണ്ടാമത്തെ കപ്പലായ ഉദയഗിരി നിർമ്മിക്കുന്നത്. ഈ രണ്ട് യുദ്ധക്കപ്പലുകളും നീറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി സമുദ്രമേഖലയിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അപ്പം ഇന്ത്യൻ നേവിയുടെ കരുത്ത്, നൂതന സാങ്കേതിക വിദ്യയുടെ ശക്തി, വിദേശ രാജ്യങ്ങളിലെ യുദ്ധക്കപ്പലുകളോട് കിടപിടിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ, ഇതെല്ലാം ചേർന്ന യുദ്ധക്കപ്പലുകൾ ശരിക്കും പറഞ്ഞാൽ സമുദ്രമേഖലയിൽ ഇന്ത്യൻ ആധിപത്യത്തിന് കരുത്ത് പകരുന്നതാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതായത് പ്രോജക്റ്റ് 17 ക്ലാസ്സിലെ രണ്ടാമത്തെ ഷിപ്പ്, നീലഗിരി ക്ലാസ് എന്ന് നമ്മൾ പറയുന്ന ഈ ക്ലാസ്സിലെ രണ്ടാമത്തെ ഷിപ്പാണ് മുംബൈയിലെ മസഗോൺ ഡോക്ക് ഷിപ്പ്യാർഡ് ലിമിറ്റഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഉദയഗിരി എന്ന് പറയുന്ന ഈ കപ്പൽ. ഇനി GRCയിൽ നിർമ്മിക്കുന്ന 3 കപ്പലുകളുണ്ട്. ആ കപ്പലുകളിലൊന്നാണ് ഹിമഗിരി എന്ന പേരിൽ ഇപ്പോൾ കൊൽക്കത്ത ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് പുറത്തിറക്കുന്നത്. ഈ രണ്ട് കപ്പലുകളും ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതെന്ന് മാത്രമല്ല, നമുക്ക് ഭീഷണി ഉയർത്തുന്ന ചില അയൽ രാജ്യങ്ങൾക്കുള്ള മറുപടിയാണെന്നും വേണമെങ്കിൽ വ്യാഖ്യാനിക്കപ്പെടാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവികസേനയുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒന്നിലധികം കപ്പൽശാലകളിൽ നിന്ന് ഒരേ സമയം തദ്ദേശീയമായി നിർമ്മിച്ച രണ്ട് യുദ്ധക്കപ്പലുകൾ നീറ്റിലേക്ക് ഇറക്കുന്നു എന്ന് പറയുന്നത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു മുന്നേറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു തലമുറയുടെ കുതിച്ചുചാട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയിൽ നമ്മുടെ ഈ നേവിയിൽ ഡിസൈൻ ചെയ്യുന്ന വിങ്ങുണ്ട്. അവർ ഡിസൈൻ ചെയ്യുന്ന നമ്മുടെ 100ാമത്തെ കപ്പലാണെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ ഇന്ത്യക്കാർ ഡിസൈൻ ചെയ്ത, ഇന്ത്യയിൽ നിർമ്മിച്ച, ഇന്ത്യക്കാർ ജോലി ചെയ്യുന്ന, ഇന്ത്യൻ സമുദ്രങ്ങളെ സംരക്ഷിക്കുന്ന രണ്ട് യുദ്ധക്കപ്പലുകൾ, അതാണ് INS ഹിമഗിരിയും INS ഉദയഗിരി എന്ന് പറയുന്നത്. ഇതിൽ ഡീസൽ എഞ്ചിനും ഗ്യാസ് ടർബൈനും ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. കൂടാതെ സംയോജിത ഡീസൽ അല്ലെങ്കിൽ ഗ്യാസ് പ്രൊപ്പൽഷൻ പ്ലാന്റ്, ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അപ്പം ഇൻ്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെൻറ്റ് സിസ്റ്റം വഴിയാണ് ഇതെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ സൂപ്പർ സോണിക് സർഫസ് ടു സർഫസ് മിസൈൽ, കൂടാതെ എയർ ടു സർഫസ് മിസൈൽ, മീഡിയം റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ, 76 MMR ഗണ്ണ്, 30 mm 12.7 mm ക്ലോസിൻ ആയുധങ്ങൾ, ഇതുകൂടാതെ ആൻറ്റി സബ്മറൈൻ അല്ലെങ്കിൽ അണ്ടർ വാട്ടർ ആയുധങ്ങൾ, ഇവയെല്ലാം തന്നെ ഈ യുദ്ധക്കപ്പലുകളിൽ സന്നിവേശിപ്പിച്ചിരിക്കുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ പാരമ്പര്യമായിട്ടുള്ളതോ പാരമ്പര്യേതരവുമായിട്ടുള്ള ആക്രമണങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ സാധിക്കും. അപ്പോൾ ജൂലൈ 1 തന്നെ ഇന്ത്യൻ നേവിക്ക് ഈ കപ്പലുകൾ കൈമാറിയിരുന്നു. കൈമാറിയതിന് ശേഷം കടലിലുള്ള പരിശോധന നടത്തുന്നു. ഇതിൻ്റെ സാങ്കേതിക രംഗത്തെ പോരായ്മകളുണ്ടോ എന്ന് പരിശോധിക്കുന്നു. അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളുടെ ഒരു മികവ് പരിശോധിക്കുന്നു. നാവിഗേഷൻ സിസ്റ്റത്തിൻ്റെ മികവ് എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കുന്നു. അങ്ങനെ ചുരുക്കം പറഞ്ഞാൽ കഠിനമായ കടൽ പരീക്ഷണങ്ങളെല്ലാം തന്നെ അതിജീവിച്ച് ഇനി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നിൽക്കുന്നു. അപ്പോൾ പ്രൊജക്റ്റ് 17A ഉൾപ്പെടുന്ന ഫ്രിഗേറ്റുകളുടെ മുൻകാല ഡിസൈനുകളുമായിട്ട് കമ്പയർ ചെയ്താൽ ഏതാണ്ട് 5% വലിപ്പം ഈ രണ്ട് കപ്പലുകൾക്കുമുണ്ട്. മാത്രമല്ല 200-ലധികം സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളുടെ കൂട്ടായ്മയിലൂടെയാണ് ഈ രണ്ട് കപ്പൽ നിർമ്മിക്കുന്നത്. അപ്പം നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയ പദ്ധതികളിലൂടെ ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ശക്തി ത്വരിതഗതിയിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ത്യൻ നേവിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനത്തോടു കൂടി പറയാവുന്ന ഒരു നേട്ടത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ നടന്നു കയറുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരേ സമയം രണ്ട് വ്യത്യസ്ത ഷിപ്പ് ബിൽഡേഴ്സ് ആണ് ഇത് നിർമ്മിക്കുന്നത്. അതായത് രണ്ട്
പിന്നെ കപ്പൽ നിർമ്മാണശാലകളിൽ നിർമ്മിച്ചിരിക്കുന്ന ഷിപ്പുകൾ ഒരേ സമയം അടുത്ത ആഴ്ചയോടുകൂടി ഈ പറയുന്ന നീറ്റിലേക്ക് ഇറങ്ങുകയാണ്. ഔദ്യോഗികമായി നീറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി ഇന്ത്യൻ നേവിയുടെ കരുത്ത് വർദ്ധിപ്പിക്കും. നമുക്കറിയാം നമ്മുടെ നാവിക ശക്തി എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് വർദ്ധിച്ചു വരികയാണ്. അതാണ് രാജ്നാഥ് സിംഗ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പറയുന്നത്. നമ്മുടെ ഈ ഒരു ദശകത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ 2 കപ്പലുകൾ നിർമ്മിക്കാൻ വേണ്ടി പ്രതിരോധ മേഖലയുടെ 73%, സ്വകാര്യ മേഖലയുടെ 23% പങ്കാളിത്തമുണ്ടായി. അപ്പോൾ സ്വകാര്യ മേഖലയെ കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരം കപ്പൽ നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ ചൈനയ്ക്ക് സമുദ്ര മേഖലയിൽ വലിയ ആധിപത്യമുണ്ടെന്നാണ് പറയുന്നത്. അതിനെ പ്രതിരോധിക്കാൻ ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളിലൂടെ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയും അമേരിക്കയും ഒക്കെ രംഗത്തിറങ്ങുന്നുണ്ട്. അപ്പോൾ ജപ്പാനും ഓസ്ട്രേലിയയും ഒക്കെ ഈ നാവികസേനയിൽ അല്ലെങ്കിൽ നാവിക രംഗത്ത് വലിയ ശക്തിയാണ്. അതേപോലൊരു ശക്തി ഇപ്പോൾ ഇവിടെ നമ്മൾ പ്രകടിപ്പിക്കുന്നു. ഇതിനു മുമ്പാണ് നമുക്കറിയാം ഇന്തോനേഷ്യയിലേക്ക് നമ്മൾ 3 കപ്പലുകൾ അയച്ചത്. അവിടെയും നമ്മൾ ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളൊക്കെ നടത്തി. അപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലുള്ള കടൽ മേഖലയിൽ ഉൾപ്പെടെ നമ്മുടെ നാവികസേനയുടെ സാന്നിധ്യം ഇപ്പോൾ തന്നെയുണ്ട്. ഇതിനപ്പുറത്തേക്കാണ് നമ്മുടെ വിശാഖപട്ടണത്തെ നേവൽ ഡോക്യാർഡിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയായിരിക്കും ഈ കപ്പലുകൾ നീറ്റിലേക്ക് ഇറക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് എത്തുന്നത്. അപ്പം 17A പ്രൊജക്റ്റ് 17Aയിൽ ഉൾപ്പെടുന്ന ഫ്രിഗേറ്റുകൾ എന്ന് പറയുന്നത് മുൻകാല ഫ്രിഗേറ്റുകളെ അപേക്ഷിച്ച് ഏറെ അഡ്വാൻസ്ഡ് ആണ്. ആധുനിക സാങ്കേതിക വിദ്യയെ കൃത്യമായിട്ട് വാരിപ്പുണരുന്നതാണെന്ന് പറയാം. അപ്പം നമ്മുടെ നേവി ഡിസൈൻ ചെയ്ത 100ാമത്തെ കപ്പൽ നീറ്റിലേക്ക് ഇറങ്ങുന്നതോടുകൂടി വിശാലമായ ഈ സമുദ്ര മേഖലയിൽ ആധിപത്യം സ്ഥാപിക്കാനും ഇന്ത്യക്ക് സാധിക്കും. ഇതിലൂടെ 4000 പേർക്ക് നേരിട്ട് തൊഴിൽ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 10,000-ഓളം പേർക്കാണ് പരോക്ഷമായിട്ടും തൊഴിൽ നൽകാനായിട്ട് സാധിച്ചത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സ്വയം പര്യാപ്തവും വളരെയധികം സമുദ്ര പ്രതിരോധ മേഖലയിൽ ശക്തിപ്പെടുത്തുന്നതിനുമായിട്ടുള്ള രാജ്യത്തിൻ്റെ സുപ്രധാനമായ നീക്കം. അതാണ് ഹിമഗിരി, ഉദയഗിരി എന്നീ കപ്പലുകൾ നീറ്റിലിറക്കുന്നതിലൂടെ നമ്മൾ കൈവരിക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിക ശക്തി ഓരോ വർഷം കഴിയുന്തോറും അത് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഏവരെയും അസൂയപ്പെടുത്തുന്ന അല്ലെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഇപ്പം അമേരിക്ക, ചൈന പോലെയുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഇന്ത്യൻ നേവിയുടെ ഈ ശക്തിയെ ഉറ്റുനോക്കുന്നുണ്ട്. കാരണം പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയപ്പോൾ കരസേനയുടെയും വ്യോമസേനയുടെയും കടുത്ത ആക്രമണങ്ങളുണ്ടായി. പക്ഷേ നാവികസേനയുടെ ഭാഗത്തുനിന്ന് യാതൊരു ആക്രമണവും ഉണ്ടായിട്ടില്ല. അതായത് കറാച്ചിയെ തകർക്കാൻ ലക്ഷ്യമിട്ട് നമ്മുടെ നാവികസേന സജ്ജമായി നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ നാവികസേനയുടെ കരുത്ത് കൃത്യമായിട്ട് ലോകരാജ്യങ്ങൾക്കറിയില്ല. അതുകൊണ്ടാണ് മറ്റ് രാജ്യങ്ങളൊക്കെ ഏറെ ശ്രദ്ധിച്ച INS ഹിമഗിരിയും INS ഉദയഗിരിയും നമ്മളിപ്പോൾ നീറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവ നമ്മുടെ നേവിയുടെ സ്വന്തമായി മാറുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.